സൺഡേ സ്കൂൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ. അധ്യാപകർ അവരുടെ നിയതമായ ചുമതലകൾ, വിദ്യാർത്ഥികൾ അവരുടെ ചുമതലകൾ സന്തോഷപൂർവ്വം നിർവഹിച്ച് കാണുന്നതിൽ ദൈവത്തെ സ്തുതിക്കും. ഓരോ ആഴ്ച കഴിയും തോറും നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടെ സംശുദ്ധമായും പുരോഗമനപരമായും മുമ്പോട്ട് പോകേണ്ടിയിരിക്കും. തിരുത്തേണ്ടത് തിരുത്തിയും പഠിക്കേണ്ടത് പഠിച്ചും നമുക്ക് മുന്നേറാം. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഈ സൺഡേ സ്കൂൾ ഓൺലൈൻ പദ്ധതി ഒരു മാതൃകയായി തീർന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും അധ്വാനവും പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ടാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പ്രവർത്തനങ്ങൾക്കും ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ 2000 വർഷമായി ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സെയിൻറ്റ് തോമസ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ എത്തി സഭ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസവും ചരിത്രവും പാരമ്പര്യവും എല്ലാം അറിയുന്നു. അന്ന് മുതൽ ഈ സഭ ഇവിടെ നിലനിൽക്കുന്നു. എന്നാൽ വിവിധങ്ങളായ കാരണങ്ങളാൽ വിദേശികളുടെ വരവ് മൂലം പ്രധാനമായും അറബികൾ, അതായത് പോർട്ടുഗീസുകാർ, പിന്നീട് ഇംഗ്ലീഷുകാർ, ആദ്യമായവരുടെ വരവ് മൂലവും പിന്നീട് വിദേശ സഭകളുടെ സ്വാധീനം മൂലവും 4 പ്രാവശ്യമായി നമ്മുടെ സഭയിൽ ഡിവിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 4 പ്രാവശ്യവും കുറേ ആളുകൾ സഭയിൽ നിന്ന് പോവുകയും വേറെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നും അത്തരം ഒരു അന്തരീക്ഷം തീർത്തും ഇല്ലാതെയായിട്ടില്ല എന്നറിയാമല്ലോ. നമ്മൾ പഠിക്കുന്നത് സത്യം എന്താണെന്ന് ആണ്. സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ജീവിതം തന്നെ എന്ന് പറയാം. യേശു ക്രിസ്തു പറഞ്ഞു, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം പറയുന്നു, ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. സത്യം നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകും. സത്യം വിട്ട് ജീവിച്ചാൽ നമ്മൾ സ്വതന്ത്രരല്ല, അടിമകളാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യം തന്നെ ഈശ്വരനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സത്യം കൈവിടാതെ അഹിംസാമാർഗം ഉപയോഗിച്ച് വിദേശ ശക്തികൾക്കെതിരായി സമാധാനപരമായി സമരം ചെയ്തു. സഹനശക്തിയും സത്യത്തിൻ്റെ ശക്തിയും മൂലം അദ്ദേഹവും രാജ്യവും വിജയിച്ചു. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. സത്യം കൈവിട്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാകുകയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സഭയും. ഇത്രയും നാൾ നമ്മൾ സത്യം കൈവിടാതെ ജീവിച്ചു. സത്യത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. സത്യത്തിൻ്റെ ശത്രു എന്നാണ് പിശാചിനെ അദ്ദേഹം വിളിച്ചത്. അസത്യത്തിൻ്റെ പിതാവാണ് പിശാച് എന്ന് യേശു ക്രിസ്തു ഒരു പ്രാവശ്യം പറഞ്ഞത് നമ്മൾ ഓർക്കുമല്ലോ. സത്യം വിട്ട് നമുക്ക് ജീവിക്കാൻ പാടില്ല. സഭയുടെ കാര്യങ്ങളായാലും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളായാലും സാമൂഹ്യമായ കാര്യങ്ങളായാലും സത്യം കൈവിടാൻ പാടില്ല. സത്യത്തിലേക്കാണ് നാം വളരുകയും ചെയ്യേണ്ടത്. കാരണം സത്യം ഈശ്വരനാകിയാൽ. ഇക്കാലത്തും നമ്മുടെ സഭ ഒട്ടനവധി വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ഒരു കാരണം അതാണ്. സത്യവും സ്വാതന്ത്ര്യവും കൈവിടാൻ നമ്മൾ തയ്യാറായില്ല. ഒരുപാട് പേർ നമ്മളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് സത്യം കൈവിടാതെയും ആരെയും വെറുക്കാതെയും ആരെയും ആക്രമിക്കാതെയും ദുഷി പറയാതെയും സത്യത്തെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സഭയുടെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും വേണ്ടി. പഠിക്കുന്ന കാലത്ത് തന്നെ സത്യവും സ്വാതന്ത്ര്യവും ബന്ധപ്പെട്ടതാണെന്നും ദൈവസ്നേഹത്തിൽ മാത്രമേ പുലരാനാകുകയുള്ളൂ എന്നും സത്യം കൈവിട്ട് സൗകര്യത്തിന് വേണ്ടി ജീവിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല എന്നും നമ്മളെല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹ സുവിശേഷം കൊണ്ടുവന്നതാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ്?
ആ സുവിശേഷ സത്യം കൈവിടാൻ അദ്ദേഹം തയ്യാറായില്ല. മഹാത്മജി എന്തുകൊണ്ടാണ് രക്തസാക്ഷിയാകേണ്ടി വന്നത്? അദ്ദേഹം സത്യത്തിൻ്റെ പ്രവാചകനും പ്രചാരകനും ആയിരുന്നു. അങ്ങനെ ഗാന്ധിയെ നമ്മൾ മഹാത്മാവ് ദ ഗ്രേറ്റ് സോൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. സത്യമാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്. ഒരിക്കലും നമ്മൾ അസത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. നമ്മൾ സത്യം മുറുകെ പിടിക്കുന്നവരാണെങ്കിലും ആരെയും നമ്മൾ അവഹേളിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ആക്രമിക്കാനും പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ആകയാൽ നമ്മുടെ സഭ ദുർഘടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ ദൈവത്തോട്, സഭാനാഥനായ കർത്താവിനോട് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് സുസ്ഥിരമായ സമാധാനവും ശാന്തിയും സ്ഥിരതയും നൽകണമേ. സത്യം കൈവിടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ, ഞങ്ങളെ തയ്യാറാക്കണമേ എന്ന് സൺഡേ സ്കൂൾ പഠനത്തിലൂടെ നമുക്ക് സത്യം അന്വേഷിക്കാം. നമ്മുടെ കർത്താവാണ് സത്യം, അവിടുന്നാണ് സമാധാനം, അവിടുന്നാണ് സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഹി ഈസ് അവർ പീസ്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അപ്പോൾ സമാധാനവും സ്വാതന്ത്ര്യവും സ്നേഹവും സത്യവും എല്ലാം ഒന്നാണ്, എല്ലാം ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഭരണകർത്താക്കൾ, ഈ നിലയിലുള്ള എല്ലാവരും തന്നെ സത്യം കൈവിടാതെ ജീവിക്കണം. നമ്മുടെ ആരാധന സത്യത്തെ പിടിച്ചുകൊണ്ടാണ്. സത്യം കൈവിട്ടാൽ പിന്നെ ആരാധനയുമില്ല, ജീവിതവുമില്ല. സത്യം വിട്ട് ജീവിക്കുന്നവർ പിശാചിൻ്റെ ആളുകളായിരിക്കും. ആകയാൽ നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം സത്യത്തിൻ്റെ വലിയ പ്രഘോഷണമായിരിക്കട്ടെ. നമ്മുടെ ക്ലാസ്സുകളും പഠനവും അധ്യാപനവും അധ്യയനവും പരീക്ഷയും എല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കട്ടെ. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർക്കാം. സത്യം നിങ്ങളെ സ്വതന്ത്രരാണ്. എല്ലാവർക്കും അഭിവാദനങ്ങൾ. Grant me, Lord, in thy mercy, spotless heart all untamed, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy, by thy grace sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will, and abide in a clean heart. Ennudayone നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിലെന്നെ കാക്കണമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 6 മിനിറ്റിൽ കവിയാത്ത ഒരു സന്ദേശം നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട ജിജു വർഗീസച്ചൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
സമയപരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ ഞാൻ മുതിരുകയാണ്. നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമനസ്സിലെ നേതൃത്വത്തിലും ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജു വർഗീസ് അച്ഛൻ, ഡയറക്ടർ കുര്യാക്കോസ് സാർ, എല്ലാ സൺഡേ സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാർ, അധ്യാപകർ, സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർമാർ, ഓൺലൈൻ വഴിയായി ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കന്മാർ എന്നിവരുടെ എല്ലാം ഒരുമയോടുള്ള സഹകരണം മൂലം നമ്മുടെ ഭദ്രാസനത്തിലെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഏറ്റവും മെച്ചമായ രീതിയിൽ നടന്നു വരുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പൈതൽ പ്രായത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, ഈ വിധത്തിൽ ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ അനുദിനം വളരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ ആദ്യം യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നും 22-6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്തകവി ഇങ്ങനെ പാടുന്നു: ബാലവല്ലി കണക്കുള്ള ബാലനിർമ്മലമാനസം നേരെ സന്മാർഗവൃക്ഷത്തിൻ മേലെ ചാലേ പടർത്തണം എന്ന്. അതെ, തലമുറയെ നേരായ മാർഗത്തിൽ വഴി നടത്തുവാനുള്ള അഭ്യസന കളരിയാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. അതുകൊണ്ട് സൺഡേ സ്കൂൾ അഭ്യസനത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചുകൂടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന്? നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, വേദപുസ്തക വായന, ആരാധനയുള്ള സംബന്ധം, വിശുദ്ധ കുർബാന അനുഭവം എല്ലാം ശീലിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അന്ത്യം വരെ ജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ദൈവിക ശീലങ്ങളും ധാർമ്മിക മൂല്യങ്ങളും എല്ലാം പാലിക്കുന്നത് ജീവിതയാത്രയിൽ ശക്തി പകരുന്നതാണ് എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ. അച്ഛനും മെത്രാച്ചനും അപ്പനും അമ്മയും അധ്യാപകനും അധ്യാപികയും മറ്റ് മുതിർന്നവരെല്ലാം ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളാണ്. ഓരോരുത്തരും വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവിക ശുശ്രൂഷയിൽ അലംഭാവം കാണിക്കുന്നത് ശിക്ഷാർഹമാണ്. നാം ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ ഇടവരാതെ സൂക്ഷിക്കണം. ഇരമ്യാ പ്രവചനം 48:10 പറയുന്നു: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന്. ആ ശാപം നമ്മുടെ മേൽ വരാതിരിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ മേൽ 2 വിധത്തിലുള്ള സ്വാധീനമുണ്ട്: വോളണ്ടറി ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻവോളണ്ടറി ഇൻഫ്ലുവൻസ്. ഒരു പ്രസംഗം പറയുന്നത്, ഒരു ക്ലാസ് എടുക്കുന്നത്, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നത് തുടങ്ങിയവയെല്ലാം പങ്കെടുക്കുന്നവരുടെ മേൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നതാണ്. ഇതാണ് വോളണ്ടറി ഇൻഫ്ലുവൻസ്. എന്നാൽ നാം അറിയാതെയുള്ള
നമ്മുടെ സംസാരം, പെരുമാറ്റം, ഇടപെടൽ, പ്രവൃത്തികൾ ഇവ വഴി നമ്മെ നിരീക്ഷിക്കുന്നവരുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ് ഇൻവോളണ്ടറി ഇൻഫ്ലുവൻസ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രത്യേകിച്ചും അനുകരണവാസനയുള്ള ഇളം തലമുറയുടെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ ഏവരും, വിശേഷാൽ സൺഡേ സ്കൂൾ പ്രവർത്തകരും നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് 7ാമത്തെ ചാപ്റ്ററാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ 1ാം മിഷണറി യാത്ര. അപ്പോസ്തല പ്രവർത്തനം 13ാം അധ്യായം മുതൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അതനുസരിച്ച് അപ്പോസ്തലൻ 3 മിഷണറി യാത്രകളെങ്കിലും നടത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ 7, 8, 9 ചാപ്റ്ററുകൾ. ഇതിൽ 7ാം ചാപ്റ്ററിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ 1ാം മിഷണറി യാത്രകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും അപ്പോസ്തലൻ സഭയ്ക്ക് നൽകിയ സേവനങ്ങളെ കുറിച്ചും ഒക്കെയാണ് നാം മനസ്സിലാക്കുന്നത്. മിഷൻ എന്ന വാക്കിന്റെ മൂലരൂപം ലത്തീൻ ഭാഷയിലാണ്. ഇതിന്റെ അർത്ഥം അയക്കൽ അല്ലെങ്കിൽ ദൗത്യത്തോടെ എന്നെല്ലാമാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാനുള്ള യാത്രയാണ് മിഷണറി യാത്ര. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയെ നമ്മൾ മിഷണറി എന്ന് വിളിക്കും. അതനുസരിച്ച് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ മിഷൻ യാത്ര നടത്തിയത് ആരായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം? എനിവൻ? അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ സദ്വാർത്തയായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. പിതാവ് യേശു ക്രിസ്തുവിനെ അയക്കുന്നത് വിശുദ്ധ യോഹന്നാൻ 20ാം അധ്യായം അതിന്റെ 21ാം വാക്യത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തിന് സുവിശേഷമായിട്ടാണ്. അവിടുന്ന് തന്റെ പ്രവർത്തനങ്ങൾ ഗലീലിയയിലും യഹൂദിയയിലുമുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ചു എന്ന് വിശുദ്ധ മർക്കോസ് 1ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യം അവിടുന്ന് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അതാണ് ഇന്നത്തെ നമ്മുടെ മനപ്പാഠ വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16ാം അധ്യായം അതിന്റെ 15ാം വാക്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി
സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ ദൗത്യമാണ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയത്. അപ്പോസ്തലന്മാർ വർദ്ധിത വീര്യത്തോടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. അതിൽ വിശുദ്ധ പൗലോസ്ലീഹ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പാഠ്യവിഷയം. അപ്പോസ്തലൻ നടത്തിയ സുവിശേഷ യാത്ര, അത് നമുക്ക് മിഷണറി യാത്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. പൊതുവായി ചില കാര്യങ്ങൾ. അതിലൊന്ന്, സഭയാണ് അധികാരപ്പെടുത്തി അയക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹയും ശിഷ്യന്മാരും അന്ത്യോക്യയിൽ പ്രാർത്ഥിച്ചും യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശമാണ് ബർന്നബാസിനെയും പൗലോസിനെയും എനിക്കായി വേർതിരിച്ച് പ്രവർത്തനത്തിനായി അയക്കുക എന്ന്. അതനുസരിച്ച് സഭ വിശുദ്ധ പൗലോസിനെയും ബർന്നബാസിനെയും അവർക്ക് സഹായിയായി മർക്കോസിനെയും അയക്കുകയാണ്. അപ്പോൾ സഭയാണ് അധികാരപ്പെടുത്തി അയക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്താലാണ് ഇവർ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 3, അവർ സഞ്ചരിച്ച് പ്രവർത്തിച്ചത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രമുഖ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചതിനായി. അതായത് പ്രമുഖ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു മിഷണറി യാത്രയിൽ നടത്തിക്കൊണ്ടിരുന്നത്. 4, ആദ്യം യഹൂദ സമൂഹത്തിലും പിന്നീട് വിജാതീയ സമൂഹത്തിലുമായിരുന്നു മിഷണറി പ്രവർത്തനങ്ങൾ. യേശുക്രിസ്തു പറയുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുക, പിന്നീട് ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈ രീതി തന്നെയായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നടത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം ചെല്ലുന്ന പ്രദേശങ്ങളിൽ ആദ്യം യഹൂദ സുനഗോഗുകൾ സന്ദർശിക്കുകയും അവിടെ സുവിശേഷ പ്രസംഗം നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ വിജാതീയരോട് അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒറ്റയ്ക്കായുള്ള പ്രവർത്തനമായിരുന്നില്ല. മിഷണറി യാത്ര എപ്പോഴും ഒരു കൂട്ടായ്മയായിരുന്നു. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ബർന്നബാസും വിശുദ്ധ പൗലോസും യോഹന്നാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മർക്കോസുമായിരുന്നു 3 പേര് ഒന്നിച്ചാണ് സഞ്ചരിച്ചത്. അതുപോലെ തന്നെ സുവിശേഷ പ്രസംഗത്തോടൊപ്പം തന്നെ രോഗസൗഖ്യവും നൽകിയിരുന്നു. യേശുക്രിസ്തു പരസ്യ ജീവിത കാലത്ത് ജനങ്ങളോട് സദ്വർത്താനം അറിയിക്കുകയും അതോടൊപ്പം തന്നെ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇതേ ദൗത്യം തന്നെയാണ് അപ്പോസ്തലന്മാരെ തുടർന്നു വന്നത്. വിശുദ്ധ പൗലോസ്ലീഹായും സുവിശേഷ പ്രസംഗത്തോടൊപ്പം തന്നെ അനേകം പേർക്ക് രോഗസൗഖ്യം നൽകുന്നതും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയും നമ്മൾ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് മിഷൻ പ്രവർത്തനത്തിൽ പൊതുവായി നടത്തിയിരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെട്ടത് എപ്പോഴും അന്ത്യോക്യയിൽ നിന്നായിരുന്നു. അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചു. റോമാ സാമ്രാജ്യം മുഴുവൻ തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീഷ്ണതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോസ്തലന് തന്റെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു. വിജാതീയരുടെ അപ്പോസ്തലനായിട്ടാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം അപ്പോസ്തലന് എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിത അന്ത്യം വരെ യേശുക്രിസ്തുവിന്റെ ദാസനായി അദ്ദേഹം ശിരച്ഛേദം ചെയ്ത് വധിക്കപ്പെട്ടു എന്നാണ് നാം പഠിക്കുന്നത്. അപ്പൊ അന്ന് വരെ യേശുക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യം മുഴുവൻ, യൂറോപ്പ് മുഴുവൻ ക്രിസ്തുമതം സ്ഥാപിച്ചത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ്. ക്രിസ്തീയ സഭയുടെ 2ാമത്തെ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ പൗലോസിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കറിയാം. അന്ന് നിലവിൽ നിന്നിരുന്ന 3 പ്രധാന സാമ്രാജ്യങ്ങളെയും അതുപോലെ തന്നെ സംസ്കാരങ്ങളെയും അഭിമുഖീകരിക്കുവാൻ തക്ക വ്യക്തിത്വമായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റേത്. അദ്ദേഹം ജനനം കൊണ്ടും മത അഭ്യാസനം കൊണ്ടും ഒരു തികഞ്ഞ യഹൂദനായിരുന്നു. പഴയ നിയമവും പ്രവചനങ്ങളും എല്ലാം, ന്യായപ്രമാണങ്ങളും എല്ലാം അദ്ദേഹത്തിന് കാണാപ്പാടമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചതും വളർന്നതും എല്ലാം റോമ പൗരനായിട്ടാണ്. അതുകൊണ്ട് റോമ സാമ്രാജ്യത്തോട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു, റോമൻ സംസ്കാരത്തോട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അദ്ദേഹം തത്വചിന്ത പഠനങ്ങൾ നടത്തിയതും വിജ്ഞാനം ആർജിച്ചതും എല്ലാം യവനരിൽ നിന്നാണ്. ഗ്രീക്ക് സംസ്കാരം,
അപ്പം അന്ന് നിലവിലിരുന്നിരുന്ന യഹൂദ സംസ്കാരത്തെയും അതുപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരത്തെയും അതേപോലെ തന്നെ റോമൻ സംസ്കാരത്തെയും അതിന്റെ ഭാഷകളും അതിന്റെ തത്വചിന്തകളും എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവരോടെല്ലാം തീക്ഷ്ണമായി സുവിശേഷം അറിയിക്കുവാനുള്ള ആർജവം വിശുദ്ധ പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹായെ ശൗലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യേക വിളി അദ്ദേഹത്തിന് ലഭിച്ചതും അദ്ദേഹം യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം റോമാ സാമ്രാജ്യത്തിൽ എങ്ങും എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ മിഷണറി യാത്ര അന്ത്യോക്യയിൽ നിന്ന് സഭയുടെ ആശീർവാദത്തോടു കൂടി ആരംഭിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ബർന്നബാസ് ഉണ്ട്, അതുപോലെ തന്നെ പൗലോസ്ലീഹ, അതുപോലെ തന്നെ മർക്കോസ്. അദ്ദേഹത്തിന്റെ അപരനാമം യോഹന്നാൻ എന്നാണ്. ഈ മർക്കോസ് സുവിശേഷകൻ തന്നെയാണ്. മർക്കോസ് സുവിശേഷം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അലക്സാന്ദ്രിയയിലും ഈജിപ്തിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതേപോലെ പത്രോസിനോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മർക്കോസ് ബർന്നബാസിന്റെ മച്ചുനൻ, കസിൻ എന്നാണ് ഇവിടെ അപ്പോസ്തല പ്രവർത്തനത്തിൽ വിവരിക്കുന്നത്. അങ്ങനെ അവർ ആദ്യം സൈപ്രസ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ടു. സൈപ്രസ് ദ്വീപിന്റെ മറ്റൊരു പേര് കുപ്രോസ് എന്നാണ്. ഈ ദ്വീപിന്റെ തലസ്ഥാന നഗരമായ പാഫോസിൽ അവിടുത്തെ ദേശാധിപതിയായ സെർഗിയോസ് പൗലോസ് അദ്ദേഹത്തോട് സുവിശേഷം പ്രസംഗിക്കുകയും അദ്ദേഹം മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് ഒരു ക്രൈസ്തവനായി തീരുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മള് അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 13-ാം അധ്യായം 10-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് വരെ ആ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ബർന്നബാസ് ആയിരുന്നു സുവിശേഷ പ്രവർത്തനത്തിന്റെ തലവനായിരുന്നു. ഈ സെർഗ്യോസ് പൗലോസ് മാനസാന്തരപ്പെടുന്നതോടുകൂടി, അത് പൗലോസ്ലീഹായുടെ പ്രത്യേക പ്രസംഗത്തോടു കൂടിയാണ്. അങ്ങനെ സെർഗ്യോസ് പൗലോസ് പാഫോസിൽ വെച്ച് മാനസാന്തരപ്പെടുന്നതോടുകൂടി അവിടെ മുതൽ ഈ സുവിശേഷ പ്രവർത്തന യാത്രയുടെ തലവൻ വിശുദ്ധ പൗലോസ്ലീഹയാണ്. അദ്ദേഹം നേതൃത്വ നിരയിലേക്ക് വരുന്നു. പിന്നീട് എല്ലാം നാം വായിക്കുന്നു പൗലോസും ബർന്നബാസും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതി അദ്ദേഹത്തോടു കൂടി ഒരു വ്യാജ പ്രവാചകൻ, യഹൂദനായ ഒരു വ്യാജ പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബർയേശു എന്നാണ്. ആ ബർയേശു സുവിശേഷകൻ അറിയിക്കുവാനുള്ള ബർന്നബാസിന്റെയും പൗലോസിന്റെയും ശ്രമത്തെ അത് ശ്രവിക്കുവാനുള്ള സെർഗ്യോസ് പൗലോസിന്റെ ആ ഉദ്യമത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തീഷ്ണതയോടുകൂടി ബർയേശുവിനോട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പം ഈ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ് ആണ് പൗലോസ്ലീഹായുടെ ആദ്യ പ്രസംഗം മൂലം സ്നാനം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് പൗലോസ് എന്ന പേര് സ്വീകരിച്ചത് എന്നും അതല്ല വിജാതീയരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് അതിനുള്ള വിളി ലഭിച്ചതുകൊണ്ട് റോമൻ നാമമായ പൗലോസ് എന്ന നാമം സ്വീകരിച്ചു എന്നും രണ്ട് അഭിപ്രായമുണ്ട്. എന്തായാലും ഇനി മുതൽ ശൗൽ എന്ന പേരിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്, വിശുദ്ധ പൗലോസ് എന്നാണ്. അതുപോലെ തന്നെ ഒന്നാം മിഷണറി യാത്രയുടെ നേതൃത്വ നിരയിലേക്ക് ഈ സംഭവം മുതൽ വിശുദ്ധ പൗലോസ്ലീഹ കടന്നു വരികയാണ്. ഇത്രയും പഠിച്ച ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1. മിഷണറി യാത്രയുടെ പൊതുവായ പ്രത്യേകതകൾ ഏവ. 2. ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആരെല്ലാമായിരുന്നു പുറപ്പെട്ടത്? 3. ഈ യാത്രയുടെ പ്രയോജനങ്ങൾ എന്തായിരുന്നു? അങ്ങനെ പാഫോസിൽ നിന്നും അവർ ഏഷ്യ മൈനറിലെ പെർഗ എന്ന സ്ഥലത്ത് എത്തി. ഇവിടെ വെച്ച് മർക്കോസ് അപ്പോസ്തലൻ പിൻവാങ്ങിപ്പോയി. അതിന് പൗലോസിന് നേരിയ അമർഷം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ പിന്നീടുള്ള യാത്രകളിൽ നമ്മളത് വായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഏഷ്യ മൈനറിലെ പെർഗയിൽ നിന്നും അവർ ഗലാത്യയുടെ തെക്ക് ഭാഗത്തുള്ള പിസിദ്യയിലെ അന്ത്യോക്യയിലെത്തി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പട്ടണങ്ങളിൽ എത്തുമ്പോഴും ആദ്യം യഹൂദ സിനഗോഗുകളിൽ എത്തുകയും അവിടെ സുവിശേഷം പ്രസംഗിച്ച് യേശുക്രിസ്തു രക്ഷകനാണ് എന്ന സദ്വാർത്ത അവിടെ പ്രസംഗിച്ചതിന് ശേഷമാണ് പിന്നീട് വിജാതീയരുടെ ഇടയിലേക്ക് പ്രസംഗം നടത്തുന്നത്. അപ്പം അവിടെ യഹൂദ സിനഗോഗിലെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം, അതുപോലെ തന്നെ ഇസ്രയേലി ചരിത്രം, പ്രവചന സത്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ക്രിസ്തു, വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ യഹൂദർ പ്രതീക്ഷിക്കുന്നു. ആ ക്രിസ്തു യേശു ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് വന്നു, അദ്ദേഹത്തെ യഹൂദന്മാർ കുരിശിൽ തറച്ചു കൊന്നു, പിതാവ് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ യേശു ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം, സ്നാനം സ്വീകരിക്കണം, അങ്ങനെ രക്ഷിക്കപ്പെടണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അതിതീവ്രമായി യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗം നടത്തും. അങ്ങനെ അന്ത്യോക്യയിലെ പിസിദ്യയിലെ അന്ത്യോക്യയിൽ സുനഗോഗിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അത് കാനാൻ ദേശത്ത്, ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തൂടെ യഹൂദന്മാരെ നടത്തിയതും, അതുപോലെ തന്നെ അവർക്ക് ആദ്യത്തെ രാജാവിനെ നൽകിയതും, അത് കഴിഞ്ഞ് പ്രവാചകന്മാർ വരുന്നതും, ദാവീദിന്റെ ഗോത്രത്തിൽ യേശുക്രിസ്തു ജനിക്കും എന്ന പ്രവചനവും അതെല്ലാം സാധ്യമാവുന്നതും, സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നതും എല്ലാം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകിയാണ് അപ്പോസ്തലൻ. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അനേകം യഹൂദർ ക്രൈസ്തവരായി അന്ന് സ്നാനം സ്വീകരിച്ചു, വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഒരു വിഭാഗം യഹൂദർ അപ്പോസ്തലന്മാർക്കെതിരെ സംഘടിച്ചുകൊണ്ട് അവർക്കെതിരെ കലാപം പുറപ്പെടുവിച്ചു. അപ്പൊ അവിടെ നിന്ന് അവർ ഇക്കോന്യ, 100 കിലോമീറ്റർ അകലെയുള്ള ഇക്കോന്യയിലേക്ക് എത്തി. അവിടെയും പ്രവർത്തനങ്ങൾക്കിടയിൽ യഹൂദന്മാരുടെ എതിർപ്പ് ശക്തമായി വന്നു. വീണ്ടും അവിടെ നിന്ന് ലുസ്ര എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഈ ലുസ്രയിൽ വെച്ച് അപ്പോസ്തലൻ ജന്മനാ മുടന്തനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈ ജന്മനാ മുടന്തനെ സുഖപ്പെടുത്തിയപ്പോൾ അവിടുത്തെയുള്ള വിജാതീയർ, നമുക്കറിയാം യഹൂദരെ പോലെ തന്നെ അന്നത്തെ ജനതകളുടെ ഇടയിൽ പലതരം ദേവന്മാരെ ആരാധിക്കുന്ന വിജാതീയരുടെ ഒരു ശക്തമായ നിരയുമുണ്ട്. അപ്പൊ ഈ മുടന്തനോട് നീ നിന്റെ കാലിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ജന്മനാ മുടന്തനായിരുന്ന ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ വിജാതീയർ അത്ഭുത പരതന്ത്രരായി. അവര് അവിടേക്ക് ഓടി വന്നിട്ട് ബർന്നബാസ് ഇന്ദ്രനാണെന്നും, അതുപോലെ തന്നെ പൗലോസ്ലീഹ മുഖ്യ പ്രസംഗികനായതുകൊണ്ട് അദ്ദേഹം ബുധനാണെന്നും, 2 ദേവന്മാര് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇന്ദ്രന്റെ ക്ഷേത്രത്തിൽ നിന്ന് കാളയെയും പൂമാലകളെയും എല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മുൻപിൽ ബലിയർപ്പിക്കാൻ പോവുകയാണ്, അവരെ പൂജിക്കാൻ പോവുകയാണ്. അപ്പോൾ പൗലോസും ബർന്നബാസും തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട്, ഹേ പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കൂ. ഞങ്ങൾ നിങ്ങളെ പോലെ സാമാന്യ മനുഷ്യർ മാത്രമാണ്, ഞങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിതാവായ ദൈവത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വളരെ ശ്രമപ്പെട്ട് അവരെ അവരെ ആരാധിക്കുവാനുള്ള ആ ശ്രമത്തിൽ നിന്നും അവരെ തടയുന്നു. അപ്പോൾ യഹൂദന്മാർ വീണ്ടും അവിടേക്ക് പ്രവേശിച്ച് ഈ അപ്പോസ്തലന്മാർക്കെതിരെ ജനങ്ങളെ കൂട്ടായി ഇളക്കിക്കൊണ്ട് അപ്പോസ്തലനെ കല്ലെറിഞ്ഞ് അർത്ഥപ്രാണനാക്കി പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. അപ്പം സുവിശേഷ പ്രസംഗത്തിൽ അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ ഇതൊക്കെയാണ്. എതിർപ്പുകളും കല്ലേറും പീഡനങ്ങളും വധശ്രമവും ഒക്കെയാണ് ഓരോ അപ്പോസ്തലന്മാരും നേരിടേണ്ടി വന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഒഴികെ, സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ സുവിശേഷകന്മാരും, എല്ലാ അപ്പോസ്തലന്മാരും തന്നെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് തങ്ങളുടെ സുവിശേഷ പ്രസംഗത്തിന്റെ ഇടയിൽ. അപ്പം ഈ പീഡനങ്ങളെ എല്ലാം വകവയ്ക്കാതെ അപ്പോസ്തലൻ അതിതീവ്രമായി തന്നെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഇവിടെ വെച്ച് വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. ഇത്രയും പഠിച്ച ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1. അന്ത്യോക്യയുടെ സുവിശേഷ വേല എന്തായിരുന്നു? 2. ലുസ്രയിൽ നടത്തിയ അത്ഭുത പ്രവൃത്തി എന്തായിരുന്നു?
ലുസ്രയിലുണ്ടായ പീഡനങ്ങളെയൊക്കെ അതിജീവിച്ച് അപ്പോസ്തലന്മാർ മിഷണറി യാത്രയുമായി ദർബയിലേക്ക് എത്തി. അവിടെയും അനേകം ആളുകൾ സുവിശേഷ പ്രസംഗം കേട്ടു, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോ പിന്നീട് ഈ ദർബയിലെ പ്രവർത്തനത്തോടു കൂടി വീണ്ടും മടക്കയാത്രയിലാണ്. അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സിറിയയിലെ തലസ്ഥാനമായ അന്ത്യോക്യയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഈ മടക്കയാത്രയിൽ മുൻപ് ഉപദ്രവങ്ങളും എതിർപ്പുകളും നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടെ എത്തി അവിടെയും സഭയെ സന്ദർശിച്ചതിന് ശേഷമാണ് തിരിച്ചു മടങ്ങുന്നത് എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഒന്ന്, എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടാവുമ്പോൾ നിരാശരാവുകയല്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് ഭാഗ്യം എന്ന് കരുതി. 1 കൊരിന്ത്യർ അതിന്റെ 9-ാം വാക്യം 9-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. ഈ മനോഭാവമായിരുന്നു അപ്പോസ്തലന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാതൽ. 2, എതിർപ്പുകൾ നേരിട്ട സ്ഥലങ്ങൾ വീണ്ടും സന്ദർശിക്കുകയും അവിടുത്തെ സഭയെ വീണ്ടും ബലപ്പെടുത്തുകയും ചെയ്യുവാനുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭകൾക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം. അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ വേണ്ടി മടക്കയാത്രയിൽ അവിടെ സന്ദർശിച്ച് അവിടെ കശീശമാരെ, അതായത് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത് അവിടുത്തെ പ്രവർത്തനം സുഗമമാക്കിയതിനു ശേഷമാണ് തിരിച്ചുള്ള യാത്ര. തിരിച്ച് അന്ത്യോക്യയിലെത്തി അവിടുത്തെ സഭയാണ് ഇവരെ അയക്കുന്നത്. അവിടുത്തെ സഭയിൽ ചെന്ന് ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഒരു വിവരണം സഭയ്ക്ക് നൽകി വീണ്ടും അവരോടുകൂടി സഭയിൽ കുറച്ചുനാൾ താമസിച്ചതിന് ശേഷം മാത്രമാണ് 2ാമത്തെ യാത്ര. ഇതിൽ നിന്നും ഈ അപ്പോസ്തലന്റെ 1-ാം മിഷണറി യാത്രയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിൽ നമുക്ക് ഓർമ്മിക്കുവാനുള്ളത്, ആദ്യത്തേത്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. ഈ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന് 1-ാം മിഷണറി യാത്ര. 2, സുവിശേഷം പ്രസംഗിക്കുകയും അതോടൊപ്പം തന്നെ രോഗസൗഖ്യം നൽകുകയും ചെയ്തു. ഈ രോഗസൗഖ്യം കൂടി നൽകുമ്പോൾ ആ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. 3, ഈ മിഷണറി യാത്ര ഒരിക്കലും ഒറ്റയ്ക്ക് നടത്തിയതല്ല. സഭയുടെ അനുഗ്രഹ ആശീസ്സുകളോടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൽ നടത്തിയത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷത്തിൽ യേശു ക്രിസ്തു 72 അറിയിപ്പുകാരെ അറിയിക്കുന്നത് ഈ 2 പേരെ വീതമായിട്ട്. ലോകം മുഴുവൻ പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യാൻ പറഞ്ഞ് ഈ 2 പേരെ വെച്ചാണ് അയക്കുന്നത്. ഈ രീതി തന്നെയാണ് ആദിമസഭയിലും നിലനിന്നിരുന്നത്. 4, കർത്താവിന് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും കഷ്ടം അനുഭവിക്കുന്നത് ഭാഗ്യമെന്ന് കരുതി. അതായത് യഹൂദന്മാരുടെ, നമുക്കറിയാം, അവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ക്രൈസ്തവ മതം വ്യാപിക്കുന്നതിന്. കൂടുതലും ക്രൈസ്തവരായി തീരുന്നത് യഹൂദന്മാരുടെ ഭാഗത്തുനിന്നായിരുന്നു. യഹൂദന്മാരാണ് ക്രിസ്തുവിനെ രക്ഷകനായി കണ്ട് മാമോദീസയൊക്കെ സ്വീകരിച്ച് ക്രൈസ്തവരായി തീരുന്നത്. ഇപ്പം യഹൂദര് ഒരു വിപ്ലവകാരി എന്ന് ചിത്രീകരിച്ച് ഒരു യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്ന ഒരു യഹൂദ സമൂഹമാണ്. അപ്പൊ അവരെ ചെയ്തത് തെറ്റാണെന്നും അത് അവർ കാത്തിരിക്കുന്ന രക്ഷകനാണെന്നും പറഞ്ഞ് അത് പ്രചരിപ്പിക്കുന്ന ഒരു മതത്തെ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അസൂയക്കാരായ യഹൂദന്മാരുടെ എതിർപ്പ് അപ്പോസ്തലനെ ഓരോ ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അതിതീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ, ആ അപ്പോസ്തലൻ എല്ലാ ക്രൈസ്തവർക്കും ഒരു മാതൃകയായിരിക്കേണ്ടതാണ്. അപ്പോസ്തലന്മാർ മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്, ഓരോ ക്രൈസ്തവനും ആ വിളിയുണ്ട്, സുവിശേഷം പ്രസംഗിക്കുക. എന്നാൽ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ നമ്മുടെ ഇടപെടുന്ന വ്യക്തികളോട്, നമ്മുടെ അയൽപക്കക്കാരോട്, അതുപോലെ നമ്മുടെ സഹപാഠികളോടൊക്കെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ സഭയുടെ മഹാത്മ്യം അവർ മനസ്സിലാക്കുവാൻ നമ്മളും വിളിക്കപ്പെട്ടവർ. ആ ഒരു ബോധ്യം ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവണം.
അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പൗലോസ് ശ്ലീഹായുടെ ഒന്നാം മിഷണറി യാത്രയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നാണ് അപ്പസ്തോലന്റെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. ഒന്നാം മിഷണറി യാത്ര അവസാനിച്ചതും അന്ത്യോക്യയിൽ തന്നെയാണ്. ആദ്യം അദ്ദേഹം ബർന്നബാസിന്റെ സ്വന്തം നാടായ കുപ്രോസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നും പെർഗയിലേക്ക് പോയി. പെർഗയിൽ വെച്ച് മർക്കോസ് പിൻവാങ്ങിപ്പോയി. വീണ്ടും പിസിദ്യ എന്ന സ്ഥലത്തെത്തി. അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അന്ത്യോക്യയിലെത്തി. പിസിദ്യയിലെ അന്ത്യോക്യയിലെത്തി. അവിടുത്തെ സുനഗോഗിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സുവിശേഷ പ്രസംഗം സുനഗോഗിൽ ശാബത്ത് ദിവസം അദ്ദേഹം നടത്തി. അങ്ങനെ അനേകം പേർ യഹൂദന്മാരെ ക്രൈസ്തവരായി തീർന്നു. വീണ്ടും 100 കിലോമീറ്റർ അകലെയുള്ള ഇക്കോണിയത്തിലേക്ക് പോയി. അവിടെയും നന്നായി പ്രവർത്തനം നടത്തി. എങ്കിലും യഹൂദന്മാരുടെ എതിർപ്പ് മൂലം ലുസ്രയിലേക്ക് പോയി. ലുസ്രയിൽ ജന്മന മുടന്തനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തി. അവിടെ വെച്ച് ഇവരെ വിജാതീയ ദേവന്മാരായി ആരാധിക്കാൻ നിന്നു. അവരെ അതിൽ നിന്നും തടുത്തു. യഹൂദന്മാർ കൂടി ഇവരെ കല്ലെറിഞ്ഞ് അർത്ഥപ്രാണനാക്കി വിട്ടു. എങ്കിലും സുവിശേഷ പ്രവർത്തനം നിർത്തിയില്ല. വീണ്ടും ദർബയിലേക്ക് പോയി. അവിടെ സുവിശേഷ പ്രസംഗം നടത്തി. ഈ പോയ സ്ഥലങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ച് അവിടെയൊക്കെ കശീശമാരെയാക്കി സഭാ പ്രവർത്തനം സുഗമമാക്കി. ഇവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അപ്പോസ്തലൻ എത്തിച്ചേരും. എത്താൻ പറ്റിയില്ലെങ്കിൽ തന്റെ ആരെയെങ്കിലും ശിഷ്യരെ പറഞ്ഞയക്കും. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ കത്തുകളിലൂടെ അവർക്ക് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകും. അതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനങ്ങൾ. അദ്ദേഹത്തിന്റെ 13 ലേഖനങ്ങളും അദ്ദേഹം സ്ഥാപിച്ച സഭകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പം ഈ മിഷണറി യാത്ര, രണ്ടാം മിഷണറി യാത്രയിൽ വീണ്ടും ആദ്യം സന്ദർശിച്ച സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു കണ്ടിന്യൂഷൻ, അദ്ദേഹത്തിന്റെ സഭയോടുള്ള ആർജവത്വം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ 1-2 പ്രവർത്തനങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ശ്ലീഹയുടെ ഒന്നാം മിഷണറി യാത്ര അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അവതരിപ്പിക്കാൻ, ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ ഒന്നാം മിഷണറി യാത്രയുടെ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപടം വരയ്ക്കുക. അത് ഞാൻ നിങ്ങൾക്ക് നൽകാം. നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ലാസ്റ്റ് പേജുകൾ. അപ്പോൾ ഇതിന്റെയൊക്കെ മാപ്പാണ്. യേശു ക്രിസ്തു നടത്തിയ യാത്ര, അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ നടത്തിയ മിഷണറി യാത്രകളുടെയൊക്കെ ഭൂപടം മാപ്പ് നൽകിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടെടുത്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ മാപ്പ് വരച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തും. ഇത്രയും നമ്മൾ പഠിച്ചതോ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതണം. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായവും 14-ാം അധ്യായവും നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വായിക്കണം. എല്ലാം മനസ്സിലാക്കി അപ്പസ്തോലന്റെ അതേ തീഷ്ണതയോടെ യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 9-ാം ക്ലാസ്സിൽ ഇന്ന് എടുക്കുന്നത് പാഠം 8, വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ രണ്ടാം മിഷണറി യാത്ര. പാഠം 7-ൽ ഒന്നാം മിഷണറി യാത്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഈ പാഠഭാഗത്ത് രണ്ടാം മിഷണറി യാത്രയുടെ വിവരണങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി മനപ്പാഠവാക്യം നമുക്കൊന്ന് നോക്കാം അല്ലേ? 1 കൊരിന്ത്യർ 9:16 മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 1 കൊരിന്ത്യർ 9:16. പണ്ട് കാലങ്ങളിൽ ഇന്നത്തേതുപോലെ യാത്രാ സൗകര്യങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. ദൂരങ്ങൾ താണ്ടണമെങ്കിൽ, ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കാൽനടയായും കഴുതപ്പുറത്തേറിയുമായിരുന്നു ആളുകൾ യാത്ര ചെയ്തിരുന്നത്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഒട്ടകങ്ങളെ ആശ്രയിക്കണമായിരുന്നു. വെള്ളത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കാറ്റ് മൂലം നിയന്ത്രിക്കുന്ന പായ്ക്കപ്പലുകളെ അവർ ആശ്രയിച്ചിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ചായിരുന്നു പണ്ടുള്ള വലിയ വലിയ യാത്രകളെല്ലാം തന്നെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ
ഒരു യഥാർത്ഥ സഞ്ചാരി തന്നെയായിരുന്നു. അദ്ദേഹം വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്തിരുന്നത് എന്തിനായിരുന്നു? സുവിശേഷം പ്രചരിപ്പിക്കുവാനും വിശ്വാസികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനുമായിരുന്നു അത്. പൗലോസ് ശ്ലീഹായുടെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ 2-ാം മിഷണറി യാത്രയ്ക്ക് അവർ പുറപ്പെട്ടു. പാഠം 7-ൽ നാം ഒരു കാര്യം പഠിച്ചിരുന്നു. സിറിയയുടെ തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്നായിരുന്നു പൗലോസ് ശ്ലീഹ ബർന്നബാസുമായി സഹായിയായ മർക്കോസുമായി 1-ാം മിഷണറി യാത്ര തുടങ്ങിയത്. അവർ യാത്ര ചെയ്ത് പെർഗ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മർക്കോസ് എന്ന സഹായി അവരുടെ യാത്രയിൽ നിന്ന് പിന്മാറുകയുണ്ടായി. ഇത് വിശുദ്ധ പൗലോസ് ശ്ലീഹായിൽ അമർഷമുളവാക്കുകയും ചെയ്തിരുന്നു. 2-ാം മിഷണറി യാത്രയുടെ തുടക്കത്തിൽ തന്നെ പൗലോസും ബർന്നബാസും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. മർക്കോസിനെ തങ്ങളുടെ യാത്രയിൽ കൂട്ടണമെന്ന ബർന്നബാസിന്റെ അഭിപ്രായത്തെ തുടർന്നായിരുന്നു. പൗലോസ് അതിനനുവദിച്ചില്ല. കാരണം എന്തെന്നോ, ഒരിക്കൽ ഒരു യാത്രയിൽ ഇടയിൽ വെച്ച് പിന്മാറിയവനെന്ന ഒരു ആരോപണമുണ്ടായിരുന്നല്ലോ മർക്കോസിന് മുകളിൽ. അതുകൊണ്ട് തന്നെ 2-ാം മിഷണറി യാത്രയിൽ മർക്കോസിനെ കൂട്ടുവാൻ പൗലോസ് സമ്മതിച്ചില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബർന്നബാസും പൗലോസും തമ്മിൽ പിരിഞ്ഞു. ബർന്നബാസ് തൻ്റെ ബന്ധു കൂടിയായ മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് പോയി അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ വന്നപ്പോൾ പൗലോസ് തന്നോടൊപ്പം ചേർത്തത് ശീലാസിനെയായിരുന്നു. ശീലാസ് ഒരു റോമൻ പൗരനായിരുന്നു. അദ്ദേഹം യെരുശലേമിലെ സഭയിലെ ഒരു അംഗവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോമൻ നാമം സിൽവാനോസ് എന്നായിരുന്നു. ആ പേരാണ് പൗലോസ് ശ്ലീഹായും ഉപയോഗിച്ചത്. പൗലോസും ശീലാസും ആദ്യം പോയത് സിറിയ, കിലിക്യ എന്നീ പ്രദേശങ്ങളിലേക്കായിരുന്നു. പൗലോസിന്റെ സ്വന്തം ദേശമായിരുന്നു കിലിക്യ. അതിനുശേഷം 1-ാം മിഷണറി യാത്രയിൽ അവർ സ്ഥാപിച്ച സഭകളെ അവർ വീണ്ടും സന്ദർശിച്ചു. സഭാ സമൂഹത്തെ ധൈര്യപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ആ വീണ്ടും സന്ദർശനം. ദർബ എന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അവർ ലുസ്രയിലേക്കാണ് പോയത്. ലുസ്രയിൽ വെച്ച് യുവാവായ തിമോത്തിയോസിനെ ക്രിസ്തീയ വേലയ്ക്കായി തങ്ങളോടൊപ്പം ചേരുവാൻ അവർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. തിമോത്തിയോസിന്റെ പിതാവ് യവന സംസ്കാരത്തിൽപ്പെട്ട ഒരു വിജാതീയനായിരുന്നു. അവന്റെ മാതാവ് യൂനിക്ക എന്നു പേരുള്ള അവന്റെ മാതാവ് ഒരു ഉത്തമ യഹൂദ സ്ത്രീയുമായിരുന്നു. പൗലോസ് ശ്ലീഹായുടെ 1-ാം മിഷണറി യാത്രയിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരായിരുന്നു തിമോത്തിയോസിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ യുവാവായ തിമോത്തിയോസിനെ തൻ്റെ കൂടെ ചേർക്കുവാൻ പൗലോസ് ശ്ലീഹ തീരുമാനിച്ചു. അങ്ങനെ പൗലോസ് ശ്ലീഹ, ശീലാസ്, തിമോത്തിയോസ് ഇവർ 3 പേരും കൂടെ ലുസ്രയിൽ നിന്ന് യാത്ര ചെയ്തു. ഇക്കോന്യ, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങൾ അവർ സന്ദർശിച്ചു. അവരുടെ യാത്രകളെല്ലാം തന്നെ അവരുടെ തീരുമാനത്തിലുള്ളതായിരുന്നില്ല എന്നതായിരുന്നു ശരി. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലുമുള്ള യാത്രകളായിരുന്നു അവരുടേത്. ടെക്സ്റ്റ് ബുക്കിൽ അപ്പോസ്തോല പ്രവൃത്തികൾ 16:67 എന്ന് നൽകിയിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ 16:6-7 വാക്യങ്ങളാണ്. 67 എന്നുള്ളതിൽ 6-നും 7-നും ഇടയിൽ ഒരു ചെറിയൊരു കോമ ഇട്ട് കൊടുക്കണം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ചില സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുവാൻ തുനിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി ആ യാത്ര അവർ മാറ്റുന്നതായി കാണാം. ആസിയ, ബിദുന്യ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ അവർ അപ്രകാരം മാറ്റുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ ത്രോവാസിലെത്തിയപ്പോൾ പൗലോസ് ലീഹായ്ക്ക് ഒരു ദർശനമുണ്ടായി. മക്കദോനിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് ഒരാൾ ആവശ്യപ്പെടുന്നതായി അദ്ദേഹം ദർശനത്തിൽ കണ്ടു. ആ ദർശനപ്രകാരം അവർ മക്കദോനിയയിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു.
ലൂക്കോസും അവരോടുകൂടെ ചേർന്നു. അങ്ങനെ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി പിറ്റേ ദിവസം നിയോപോലിസിലേക്കും അവിടെ നിന്ന് മക്കദോനിയയിലെ ഒരു പ്രധാന പട്ടണമായ ഫിലിപ്പിയിലേക്കും അവർ എത്തി. പൗലോസ്ലീഹായുടെ സുവിശേഷ പ്രവർത്തനത്തിൽ ഫിലിപ്പിയിൽ നടന്ന 3 പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ലുദിയായുടെ മാനസാന്തരം, ലുദിയ എന്ന സ്ത്രീയുടെ മാനസാന്തരം. 2, വെളിച്ചപ്പാടത്തിയായ അടിമ പെൺകുട്ടിയെ സൗഖ്യമാക്കിയ സംഭവം. 3, കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം. ഈ 3 പ്രധാന സംഭവങ്ങൾ ഫിലിപ്പിയിൽ വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രവർത്തനത്തിൽ നടന്നു. ആദ്യത്തെ സംഭവമായ ലുദിയായുടെ മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കാം. ലുദിയ എന്ന സ്ത്രീ പട്ടുവസ്ത്രം വിൽക്കുന്നവളായിരുന്നു. അവളുടെ പട്ടണത്തിന്റെ പേരായിരുന്നു തുയതൈര. സിനഗോഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പുഴയുടെ തീരത്തായിരുന്നു സ്ത്രീകളെല്ലാം ആരാധനയ്ക്ക് കൂടിയിരുന്നത്. പൗലോസും ശീലാസും ശാബത ദിവസത്തിൽ അവിടെ ചെന്ന് അവരോട് പ്രസംഗിച്ചു. പൗലോസിന്റെ പ്രസംഗം കേട്ട് ലുദിയ മാനസാന്തരപ്പെടുകയും അവളും അവളുടെ കുടുംബവും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്നാണ് ലുദിയായെ വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ സംഭവമായിരുന്നു വെളിച്ചപ്പാടത്തിയായ അടിമ പെൺകുട്ടിക്ക് നൽകിയ സൗഖ്യം. വെളിച്ചപ്പാടുണ്ടായിട്ട് ഭാവി ഫലം പറയുന്ന ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ വെച്ച് അവളുടെ യജമാനന്മാർ പണം സമ്പാദിച്ചുമിരുന്നു. എന്നാൽ പൗലോസ്ലീഹ അവളിൽ നിന്നുള്ള ബാധ ഒഴിപ്പിച്ച് അവൾക്ക് സൗഖ്യം നൽകി. അപ്പോൾ അവൾ മൂലം ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം അവളുടെ യജമാനന്മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ അവർ വളരെയധികം കോപിഷ്ഠരായിരുന്നു. അവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിച്ചു. അവരെ മർദ്ദിച്ച് അവശരാക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. മൂന്നാമത്തെ സംഭവമാണ് കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം. പൗലോസ്ലീഹായെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് പറഞ്ഞല്ലോ. രാത്രിയായപ്പോൾ കീർത്തനം പാടി അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ വാതിൽ തനിയെ തുറന്നു. തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്. ഉറക്കമുണർന്ന കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് ഭയപ്പെട്ടു. അയാൾ സ്വയം മരിക്കുവാനും ഒരുങ്ങി. അപ്പോൾ പൗലോസ്ലീഹ അദ്ദേഹത്തെ തടഞ്ഞു. ആരും രക്ഷപ്പെട്ടിട്ടില്ല, തടവുകാരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആ കാരാഗ്രഹ പ്രമാണിയും അദ്ദേഹത്തിന്റെ കുടുംബവും മാനസാന്തരപ്പെടുകയും ചെയ്തു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ നിന്ന് മോചിതരായതിനു ശേഷം ചില സ്ഥലങ്ങൾ കടന്ന് തെസലോനിക്കയിലാണ് എത്തിയത്. തെസലോനിക്കയിലെ സിനഗോഗിൽ പൗലോസ് സാധാരണ ചെയ്യാറുള്ളത് പോലെ സുവിശേഷം അറിയിച്ചു. 3 ശാബത ദിവസങ്ങളിൽ തുടർച്ചയായി അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചു. ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. ഇത് അവിടെയുണ്ടായിരുന്ന യഹൂദ ന്യായാധിപന്മാരുടെ ഇടയിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. അവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല. അതിനു പകരം പൗലോസിനും ശീലാസിനും ആതിഥ്യം നൽകിയ യാസോനെ അവർ കൊണ്ടുപോയി. പക്ഷെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അന്ന് തന്നെ പൗലോസും ശീലാസും ബെരോവയിലേക്ക് കടക്കുകയും ചെയ്തു. ബെരോവയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടുത്തെ യഹൂദന്മാർ ഉത്തമരായിരുന്നു. അവർ പൂർണ്ണ ജാഗ്രതയോടെ സുവിശേഷ പ്രഘോഷണം സ്വീകരിച്ചു. അനേകം പേർ മാനസാന്തരപ്പെട്ടു. അവർ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു. എന്നാൽ ഇതറിഞ്ഞപ്പോൾ തെസലോനിക്കയിലെ യഹൂദന്മാർ ബെരോവയിൽ വന്ന് കലാപമുണ്ടാക്കി.
പൗലോസ് അതുകൊണ്ട് തന്നെ ഏതൻസിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ തിമോത്തിയോസും ശീലാസും ബെരോവയിൽ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. പൗലോസ് ഏതൻസിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും വളരെയധികം പുരോഗമിച്ചിരുന്ന ഒരു നാടായിരുന്നു ഏതൻസ്. ഗ്രീസിന്റെ തലസ്ഥാനമായിരുന്നു അത്. അവിടെ വളരെയധികം തത്വജ്ഞാനികൾ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ അനേകം ദേവന്മാരുടെ പ്രതിഷ്ഠകളും ആ നാട്ടിലുണ്ടായിരുന്നു. പൗലോസ് ആ നാട്ടിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ ആ പ്രസംഗം കേട്ട് വളരെയധികം ആളുകളൊന്നും അവിടെ വിശ്വാസത്തിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സഭ സ്ഥാപിക്കുവാൻ അവിടെ കഴിഞ്ഞതുമില്ല. ഏതൻസിൽ നിന്ന് പൗലോസ് അപ്പോസ്തോലൻ പോയത് കൊരിന്തിലേക്കായിരുന്നു. ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ആ സ്ഥലം. വളരെയധികം അസന്മാർഗികമായ കാര്യങ്ങൾ നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. കൊരിന്ത്യർ എന്ന പേര് തന്നെ ദുഷ്പ്രവൃത്തിയുടെ പര്യായമായിരുന്ന ഒരു സമയമായിരുന്നു അത്. കൊരിന്തിൽ പൗലോസ് താമസിച്ചത് അക്വില എന്ന വ്യക്തിയുടെ കൂടെയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിസ്കില്ലയും റോമിൽ നിന്നുള്ളവരായിരുന്നു. പൗലോസിനെ പോലെ കൂടാരപ്പണി ചെയ്യുന്നവരുമായിരുന്നു അവർ. റോമിൽ വെച്ച് തന്നെ അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പൗലോസ് അവരുടെ കൂടെ അവിടെ താമസിച്ചതും. കൊരിന്തിൽ പൗലോസ് ലീഹ യഹൂദന്മാരുടെ സിനഗോഗിൽ ആദ്യം പ്രവർത്തിച്ചു. പക്ഷേ അവിടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിജാതീയ സമൂഹത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. 1.5 വർഷത്തോളം അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ അവിടെയും എതിർപ്പുകൾ ശക്തമായപ്പോൾ അദ്ദേഹത്തിന് അവിടം വിട്ട് പോരേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചു അക്വിലായും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിസ്കില്ലായും. അവർ എഫെസോസിൽ എത്തി. പിന്നീട് അവിടെ നിന്ന് പൗലോസ് ലീഹ സിറിയയിലേക്ക് യാത്ര ചെയ്തു. പിന്നീട് കൈസരിയ, ഗലാത്യ, ഫ്രുഗിയ എന്നീ സ്ഥലങ്ങൾ കടന്ന് അദ്ദേഹം അന്ത്യോക്യയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ പൗലോസ് ലീഹായുടെ 2ാം മിഷനറി യാത്ര അവസാനിച്ചു. പൗലോസ് ലീഹായുടെ മിഷനറി യാത്രകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ്. 1. അദ്ദേഹം മുമ്പ് സന്ദർശിച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുമായിരുന്നു. എന്തിനായിരുന്നു അത്? വിശ്വാസ സമൂഹത്തെ ധൈര്യപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വിശ്വാസത്തിൽ നിലനിർത്തുവാനുമായിരുന്നു അത്. 2ാമത്തെ കാര്യം, അദ്ദേഹം ഒരു സ്ഥലത്തും ഒത്തിരി അധികം നാൾ നിൽക്കുമായിരുന്നില്ല. പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. സുവിശേഷ പ്രഘോഷണം എത്തിയിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങൾ തേടിപ്പോകുമായിരുന്നു അപ്പോസ്തോലൻ. 3ാമത്തെ കാര്യം, യഹൂദ സമൂഹത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ അവർക്ക് എളുപ്പം കഴിഞ്ഞിരുന്നു. വിജാതീയ സമൂഹത്തിലും അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ജാതികളുടെ അപ്പോസ്തോലൻ എന്ന രീതിയിൽ വിജാതീയരുടെ ഇടയിലും അദ്ദേഹത്തിന് ശക്തമായ പ്രവർത്തനമുണ്ടായിരുന്നു. 4ാമത്തെ കാര്യം, പൗലോസ് ലീഹായുടെ 2ാം മിഷനറി യാത്ര ഏകദേശം 3 വർഷത്തോളം നീണ്ടിരുന്നു. തങ്ങളുടെ വിജയകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ എന്താണ് ചിന്തിച്ചിരുന്നതെന്നോ, ദൈവം തങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്നായിരുന്നു. യേശുക്രിസ്തുവിനായി സുവിശേഷ വേലയ്ക്ക് തുനിഞ്ഞിറങ്ങുന്നവർക്ക് എല്ലായ്പ്പോഴും ശക്തമായ പ്രചോദനവും പ്രോത്സാഹനവുമാണ് പൗലോസ് ലീഹായുടെ യാത്രാ വിവരണങ്ങൾ. ക്രിസ്തുയേശുവിനായി ത്യാഗം സഹിച്ച, സഭയുടെ വ്യാപ്തിക്കായി ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച പൗലോസ് ലീഹായുടെ മധ്യസ്ഥത നമുക്കേറെ ആശ്വാസപ്രദമാണ്. ജൂൺ 29 പത്രോസ് പൗലോസ് ലീഹന്മാരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നത്. ഇതിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ പാടുന്ന ഒരു ഗീതം ഈ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. ദൈവസുതന്മാരായിടുവാൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗീതത്തിന്റെ രീതിയിലുള്ള ഒരു പാട്ടാണിത്. ഒന്ന് പാടി നോക്കിയാലോ? മന്നിനു മാഴിക്കും നാദ സ്വമതം ഘോഷിപ്പാനേറ്റം പാവപ്പെട്ടവരെ ആക്കിയ ദൈവസുതാ സ്തോത്രം
കീപ്പായി കടലിൽ വച്ചും പൗലോസിനെ വഴിയിൽ വച്ചും ചേർത്ത് വിശുദ്ധ സഭയ്ക്കവരെ നീ ശില്പികളാക്കി. എളുപ്പം പാടാവുന്ന പാട്ടാ അല്ലേ? അതുപോലെ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച മനപ്പാഠവാക്യം 1 കൊരിന്ത്യർ 9:16 ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ മനപ്പാഠവാക്യവും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എല്ലാവർക്കും എഴുതുവാൻ സാധിക്കും. ഇന്ന് തന്നെ എഴുതി ടീച്ചേഴ്സിന് അത് കൊടുക്കണം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബിഗ് ബൈ. ദൈവകൃപ എല്ലായ്പ്പോഴും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ.